നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു സുപ്രധാന തീരുമാനമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂൺ 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര ലഭിക്കും. പ്രിയദർശിനി എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന നിലയിൽ തുടങ്ങിയ ഈ പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. വിദ്യാർത്ഥിനികൾ, തൊഴിലാളികൾ, വീട്ടമ്മമാർ, സീനിയർ സിറ്റിസൺസ് അങ്ങനെ എല്ലാവർക്കും ഈ ആനുകൂല്യം ലഭിക്കും. എന്തുകൊണ്ടാണ് ഈ പദ്ധതി? സർക്കാരിന്റെ വിശദീകരണം വളരെ വ്യക്തമാണ്. പല സ്ത്രീകളും ജോലിക്കോ പഠനത്തിനോ ദിവസേന ബസ് യാത്ര ചെയ്യുന്നു. ഓരോ ദിവസവും യാത്രയ്ക്ക് ചെലവാകുന്ന പണം ലാഭിക്കാൻ കഴിഞ്ഞാൽ അത് കുടുംബ ബജറ്റിന് വലിയ ആശ്വാസമാകും. ഗതാഗത മന്ത്രി പറയുന്നതനുസരിച്ച് ഈ പദ്ധതി സ്ത്രീകളുടെ കൈവശമുള്ള വരുമാനം 12 മുതൽ 25% വരെ വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം. അതിനാൽ ഇത് വെറും സൗജന്യ യാത്രാ പദ്ധതി മാത്രമല്ല, സ്ത്രീ ശാക്തീകരണത്തിനുള്ള സാമ്പത്തിക ഇടപെടൽ കൂടിയാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭ്യമാകുന്ന ബസ്സുകൾ തിരിച്ചറിയാൻ പ്രിയദർശിനി സ്റ്റിക്കർ ഒട്ടിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു. ലാഭനഷ്ട കണക്കിന്റെ കള്ളിയിൽ ചുരുക്കി കാണേണ്ട പദ്ധതിയല്ല ഇതെന്നും സ്ത്രീകൾക്ക് അവരുടെ വരുമാനത്തിൽ വർധനവുണ്ടാക്കുന്ന കാര്യമാണിതെന്നും മന്ത്രി പറഞ്ഞു. KSRTC സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനം ജൂൺ 15 രാവിലെ 8:30 തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി VD സതീശനാണ് നിർവഹിക്കുന്നത്. ആദ്യ സർവീസ് നടത്തുന്ന ബസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 8:30 ശേഷമായിരിക്കും സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുക. ടൗൺ ടു ടൗൺ ഉൾപ്പെടെ ഓർഡിനറി എന്നെഴുതിയ എല്ലാ ബസ്സുകളിലും സൗജന്യം ലഭിക്കും. സിറ്റി ഫാസ്റ്റിൽ സൗജന്യം കിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറിയിലും വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു. സ്ത്രീകൾക്ക് 0 ടിക്കറ്റ് നൽകും. എല്ലാവരും ടിക്കറ്റ് വാങ്ങണം. ഇതുവഴി എത്ര പേർ പദ്ധതി ഉപയോഗിക്കുന്നു എന്ന കണക്ക് സർക്കാരിന് ലഭിക്കും. സ്വകാര്യ ബസ്സുകളെ നശിപ്പിക്കുക ലക്ഷ്യമല്ല. ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു നല്ല തീരുമാനമായിരിക്കും ഇത്. എല്ലാ സ്ത്രീകൾക്കും യാത്ര സൗജന്യമായിരിക്കും. പ്രത്യേകം കാർഡ് ആവശ്യമില്ല. 15-ാം തീയതി മുഖ്യമന്ത്രി തമ്പാനൂരിൽ ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യ 100 ദിവസത്തിനു ശേഷം വിശദമായ പഠനം നടത്തി 2ാം ഘട്ടത്തിൽ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലും നടപ്പാക്കിയേക്കും. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സൗജന്യ യാത്ര അനുവദിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ 3125 ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ബാധ്യത KSRTCയുടെ ചുമലിൽ വയ്ക്കില്ല. സർക്കാർ ഗ്രാന്റായി പണം നൽകും. ഏകദേശം 2 കോടിയിലധികം രൂപ പ്രതിദിനം ഇതിനായി വേണ്ടിവരും. ചെലവുകൾ കൃത്യമായി അറിയാൻ എല്ലാ സ്ത്രീകൾക്കും 0 ടിക്കറ്റ് നൽകുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പദ്ധതി ധനപരമായി നഷ്ടമാണെന്ന് തോന്നുമെങ്കിലും സ്ത്രീകൾ മിച്ചം വയ്ക്കുന്ന പണം വിപണിയിലേക്കു തന്നെ എത്തുന്നത് സാമ്പത്തിക രംഗത്തിന് നേട്ടമാകുമെന്നും മന്ത്രി പറഞ്ഞു. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. പരസ്യങ്ങൾ നൽകുകയും ബസ്സുകൾക്കായി സ്പോൺസർഷിപ്പ് സ്വീകരിക്കുകയും ചെയ്യും. ഇപ്പോഴുള്ള 58 ഗ്രാമവണ്ടികൾ 500 ആക്കി ഉയർത്തും. ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് വികസന സമിതി രൂപീകരിക്കുന്ന കാര്യവും ചർച്ചയിലുണ്ട്. സ്വകാര്യ ബസ് ഉടമകളുമായി ചർച്ച നടത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 10 വർഷം മുൻപ് സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ 30,000 ബസ്സുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 10,000-ൽ താഴെയാണ്. സ്വകാര്യ ബസ്സുകളുടെ എണ്ണം 3-1 കുറഞ്ഞു. അവരോട് ഒരു ശത്രുതയുമില്ല. അവരെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം KSRTCക്കോ ഗവൺമെന്റിനോ ഇല്ല. ഒപ്പം തിരിച്ചും പാടില്ലെന്ന് മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളെ കൂടി ഉൾപ്പെടുത്തി റൂട്ട് റിസർച്ച് നടത്തി ആ റൂട്ടുകളിലേക്ക് സർവീസ് ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണത്തിനായി ട്രക്കുകളുടെ പുകപരിശോധന നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഓർഡിനറി ബസ്സുകളിൽ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രതിവർഷം 712 കോടി രൂപയും എല്ലാ ബസ്സുകളിലും നടപ്പാക്കുകയാണെങ്കിൽ 1300 കോടി രൂപയും ബാധ്യതയുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. പെൻഷനും ശമ്പളവും നൽകാൻ സർക്കാർ 125 കോടി രൂപ പ്രതിമാസം KSRTCക്ക് നൽകുന്നുണ്ട്. സൗജന്യ യാത്രാ പദ്ധതിക്ക് വേണ്ട സാമ്പത്തിക സഹായം സർക്കാർ നൽകും. APL, BPL വേർതിരിവില്ലാതെ എല്ലാ വനിതകൾക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വനിതകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുമ്പോൾ വരുന്ന അധിക സാമ്പത്തിക ബാധ്യത നികത്താൻ സർക്കാർ മറ്റു വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തും. ഇത് പഠിക്കാൻ ധനവകുപ്പിനെ ചുമതലപ്പെടുത്തി. ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പിലാക്കിയാൽ പ്രതിമാസം 55 മുതൽ 60 കോടി രൂപ വരെയാണ് KSRTCക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകേണ്ടത്. KSRTC ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നതതല യോഗത്തിലും ചർച്ചയായി. KSRTC, KTDFC എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളും കെട്ടിടങ്ങളും കൂടുതൽ വരുമാനം ലഭിക്കുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശിച്ചു. KTDFCയെ മികച്ച നോൺ ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനമായി വളർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നവരുണ്ടെങ്കിലും ചില വിമർശനങ്ങളും ഉയരുന്നുണ്ട്.
KSRTC ഇതിനകം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ഥാപനമാണ്. ഇത്തരമൊരു പദ്ധതി ദീർഘകാലം തുടരാൻ സർക്കാരിന് കഴിയുമോ? സർക്കാർ മാറിയാലും പദ്ധതി തുടരുമോ? സൗജന്യ യാത്ര കാരണം തിരക്ക് കൂടുമോ? ഇതൊക്കെയാണ് ഉയരുന്ന പ്രധാന ചോദ്യങ്ങൾ. ഇതിന് ഉത്തരം ലഭിക്കാൻ കുറച്ചു മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഇതിനിടെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര നടപ്പാക്കുന്നത് സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്ന് ഉടമകളുടെ സംഘടനയായ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുറ്റപ്പെടുത്തി. വരാൻ പോകുന്ന ബജറ്റിൽ പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സർവീസ് നിർത്തിവെച്ച് സമരം നടത്തുമെന്നും തൃശൂരിൽ നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിനു ശേഷം നേതാക്കൾ പറഞ്ഞു. സ്വകാര്യ ബസ്സുകളിലെ 70% യാത്രക്കാർ സ്ത്രീകളാണ്. KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നതോടെ ഇവരെല്ലാം സ്വകാര്യ ബസ്സുകളെ കൈയൊഴിയും. സ്വകാര്യ ബസ് നടത്തിപ്പ് ഇതോടെ കടുത്ത പ്രതിസന്ധിയിലുമാകും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം തുടങ്ങി തെക്കൻ ജില്ലകളിൽ ദിവസങ്ങൾക്കകം തന്നെ സർവീസ് നിർത്തിവെക്കാൻ നിർബന്ധിക്കപ്പെടും. സ്വകാര്യ ബസ്സുടമകളോട് ചർച്ച ചെയ്യാതെയാണ് സൗജന്യയാത്ര തീരുമാനമെടുത്തിട്ടുള്ളത് എന്ന ആരോപണവും വരുന്നുണ്ട്. കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതികൾ ഇതിനകം തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ സംസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ യാത്രയും തൊഴിൽ പങ്കാളിത്തവും വർദ്ധിച്ചതായി വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കേരളവും അതേ മാതൃകയാണ് പിന്തുടരുന്നത്. അപ്പോൾ ജൂൺ 15 മുതൽ കേരളത്തിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ലഭിക്കുകയാണ്. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയുന്ന പദ്ധതിയാണ് ഇത്. ഇതേസമയം വർഷത്തിൽ 100 കണക്കിന് കോടി രൂപ ചെലവാകുന്ന വലിയ സാമ്പത്തിക പരീക്ഷണവുമാണ്. ഈ പദ്ധതി കേരളത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കുമോ? അല്ലെങ്കിൽ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.